ശ്രീം മഹാത്രിപുരസുന്ദര്यै നമഃ. എല്ലാവർക്കും ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ധ്യാന ശ്ലോകത്തിൻ്റെ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വലാം ജപകുസുമഭാസുരാം ജപവിധോ സ്മരേദംബികാം. സകുങ്കുമ, അമ്മ കുങ്കുമം തൻ്റെ നെറ്റിത്തടത്തിൽ ധരിച്ചിരിക്കുന്നു. ആ വിലേപനത്തിൽ അളിക ചുംബി, വണ്ടുകൾ ചുംബിക്കാനായിട്ട് വന്നതുപോലെ, ആ വണ്ടുകളെ ആകർഷിക്കുവാനെന്ന പോലെ സുഗന്ധപൂരിതമായ കസ്തൂരികാം, കസ്തൂരി തിലകം, നല്ല സുഗന്ധപൂരിതമായ കസ്തൂരി തിലകം ചാർത്തി സമന്ദ ഹസിത ഈക്ഷണാം, അങ്ങനെ മന്ദഹാസം പൂണ്ട്. ദേവിയുടെ കണ്ണിലും മന്ദഹാസമുണ്ട്. ആരെങ്കിലും ചിരിക്കുമ്പോൾ കണ്ണിലും അത് പ്രതിഫലിക്കും അല്ലേ? അങ്ങനെയുള്ള കടാക്ഷമധുരിമയോടുകൂടിയ ആ അമ്മയുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? ശരം, ചാപം, പാശം, അങ്കുശം. എന്തൊക്കെയാണ്? അമ്പും വില്ലും കയറും തോട്ടിയും. ഇതൊക്കെയാണ് അമ്മയുടെ കയ്യിലെ അലങ്കാരം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ധരിച്ച് 4 കൈകളാണ് അമ്മയ്ക്കുള്ളത്. അശേഷജനമോഹിനിയും, എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്ന ദേവിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ പിന്നെ വേറെ ഒന്നും ധ്യാനിക്കാൻ തോന്നുകയില്ല. അങ്ങനെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന അരുണമാല്യ ഭൂഷോജ്വലാം, അരുണമാല്യം, നല്ല ചുവന്ന മാലയണിഞ്ഞ്, ഭൂഷോജ്വലാം, ഉജ്ജ്വലമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ്, ജപാകുസുമ ഭാസുരാം, ജപാകുസുമം എന്താണ്? ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിയുടെ നിറം പോലെ നല്ല ചുവന്ന നിറത്തിൽ തിളങ്ങുകയാണ് അമ്മ. അങ്ങനെയുള്ള ആ അമ്മയെ ജപവിധോ, ഞാൻ ജപിക്കാൻ ഇരിക്കുമ്പോൾ, സ്മരേദംബികാം, ആ അംബികയെ ഞാൻ സ്മരിച്ചു കൊള്ളുന്നു. അപ്പോൾ എന്താണ്? അമ്മ കുങ്കുമം ചാർത്തിയ തൻ്റെ നെറ്റിത്തടത്തിൽ വണ്ടുകളെ ആകർഷിക്കാനെന്ന പോലെ നല്ല സുഗന്ധപൂരിതമായ കസ്തൂരി തിലകം ചാർത്തി മന്ദഹാസം പൂണ്ട് കടാക്ഷമധുരിമയോടുകൂടിയ ആ അമ്മയുടെ 4 കൈകളിലും അലങ്കാരമായി അമ്പും വില്ലും കയറും തോട്ടിയും ധരിച്ച ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാൽ പിന്നെ വേറെ ഒന്നും ധ്യാനിക്കാൻ തോന്നുകയില്ല. അങ്ങനെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന നല്ല ചുവന്ന മാലയണിഞ്ഞ് ആടയാഭരണങ്ങളോടുകൂടി ചുവന്ന ചെമ്പരത്തിയുടെ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആ അംബികയെ ഞാനിതാ സ്മരിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ.